ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. റിയൽമി C3യുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള അൺബോക്സിങ് വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. ഒപ്പം കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ്സാവാണ്ട് കിട്ടിക്കോളും. ഇനി നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോവാം. ഞാനിപ്പോൾ ഇത് ഓൺലൈനായിട്ട് ഷോപ്പ് ചെയ്തതാണ്. സോ അങ്ങനെ ചെയ്തുകൊണ്ട് ഇതിൻ്റെ പ്രൈസ് 7,999 രൂപയാണ്. മാർക്കറ്റിൽ പ്രൈസിന് വ്യത്യാസം വന്നേക്കാം. ഇതിൻ്റെ ഒരു 32 GB 3 GB റാമുള്ള ഫോണിന് ഏകദേശം 6,999 ഒക്കെ ആവും. ഇതിപ്പോൾ 64 GB 4 GB റാമുള്ള ഫോണാണ്. അതുകൊണ്ട് തന്നെ 7,999 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് ഞാൻ ഓൺലൈനായിട്ട് ചെയ്തപ്പോൾ. യൂഷ്വലി നമ്മൾ ഫോണൊക്കെ അൺബോക്സ് ചെയ്യുമ്പോൾ ഫോണിൻ്റെ കവർ കൂടി കിട്ടാറുണ്ട്. ഇതിപ്പോൾ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന C2 C3 ഒക്കെ കവർ അവൈലബിൾ അല്ല കേട്ടോ. ഞാനിപ്പോൾ ഫ്രോസൺ ബ്ലൂ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത് കളറ് ഫോണിൻ്റെ. പിന്നെ മറ്റൊരു കളറ് അവൈലബിൾ ആയിട്ടുള്ളത് ബ്ലേസിങ് റെഡ് ആണ്. നമുക്ക് ഫോൺ നോക്കുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ ആക്സസറീസ് ഒക്കെ ഒന്ന് നോക്കാം. ബോക്സിലപ്പോൾ ആദ്യം വെച്ചിട്ടുള്ളത് യൂസർ മാനുവലാണ്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു യൂസർ മാനുവലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഒരു ക്വിക്ക് ഗൈഡും കൂടി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് നോക്കാൻ പറ്റുന്ന, അതായത് സിമ്മും മെമ്മറി കാർഡും ഒക്കെ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം അതിനെക്കുറിച്ചൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കൊടുത്തിട്ടുള്ളത് ജസ്റ്റ്. പിന്നെ ഫോൺ എങ്ങനെ റീബൂട്ട് ചെയ്യണമെന്ന് കൊടുത്തിട്ടുണ്ട്. പഴയ മൊബൈലിൽ നിന്ന് കോൺടാക്ട്സ് ഒക്കെ എങ്ങനെ ഇതിലോട്ട് മാറ്റാമെന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊടുത്തിരിക്കുന്നത് USB കേബിൾ ഉണ്ട്. ഇത് ടൈപ്പ് C ഒന്നുമല്ല, ഒരു സാധാരണ USB കേബിളാണ്. ആൻഡ് ഒരു നോർമൽ ഒരു 5 വോൾട്ട്സിൻ്റെ അഡാപ്റ്ററും കൂടി കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ. ഇനി നമുക്ക് ഫോണൊന്ന് ചെക്ക് ചെയ്യാം. ഫോണിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുള്ളത് ഒരു സൺറൈസ് ഡിസൈനാണ്. മീൻസ് സൂര്യൻ ഉദിച്ച് വരുമ്പോൾ ഉണ്ടാകുന്നൊരു ബീം ഉണ്ടല്ലോ, ആ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഇതേ കണ്ടില്ലേ. നമ്മൾ ഫോണൊന്ന് ടിൽറ്റ് ചെയ്യുമ്പോൾ ഇത് ഗ്ലിറ്റർ ചെയ്യുന്ന പോലെ നമുക്ക് കാണാം. കൊള്ളാം, അത്യാവശ്യം നല്ലൊരു ഡിസൈൻ തന്നെയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഡാർക്ക് ബ്ലൂ കളർ കൂടി ആകുമ്പോൾ ആ ഡിസൈൻ എടുത്തറിയാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ക്യാമറയിലേക്ക് കടക്കാം. ഡ്യുവൽ ക്യാമറയാണ്. 12 മെഗാ പിക്സലാണ് ഇതിൻ്റെ പ്രൈമറി ലെൻസ് ആൻഡ് 2 മെഗാ പിക്സലാണ് ഇതിൻ്റെ ഡെപ്ത് സെൻസർ. ടോപ്പിൽ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. പിന്നെ റൈറ്റ് സൈഡിലാണ് ഇതിൻ്റെ പവർ ബട്ടൺ കൊടുത്തിട്ടുള്ളത്. പിന്നെ താഴെ നോക്കുമ്പോൾ ഇതിൻ്റെ സ്പീക്കേഴ്സ് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ചാർജിങ് പോർട്ടാണ് അടുത്തായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മൈക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെഡ്ഫോൺ ജാക്കും കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് താഴെയായിട്ട് കൊടുത്തിട്ടുള്ളത് ഫോണിൻ്റെ. ഇനി ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ താഴെയായിട്ട് വോളിയം ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. വോളിയം കുറയ്ക്കാനും കൂട്ടാനുമുള്ള ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് സിം ട്രേ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് ആദ്യം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പുറത്തേക്ക് എടുത്ത് നോക്കാം. കണ്ടില്ലേ, ഇതിൻ്റെ സിം കാർഡ് സ്ലോട്ട് ത്രിബിൾ കാർഡ് സ്ലോട്ടാണ്. അതായത് 2 സിം കാർഡും ഒരു മെമ്മറി കാർഡും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ സിമ്മൊക്കെ ഇതിലൊന്ന് സെറ്റ് ചെയ്യട്ടെ. ഞാനിവിടെ ഇപ്പോൾ ഫോൺ ഒരുവിധം സെറ്റ് ചെയ്തിട്ടുണ്ട്. OTP ഒക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്തു. പിന്നെ ഫോൺ സെറ്റ് ചെയ്യുമ്പോൾ ഫിംഗർ പ്രിൻറ്റ് സെൻസർ അവൈലബിൾ അല്ല. അതിന് പകരമായിട്ട് ഫേസ് അൺലോക്ക് ഫീച്ചറാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഡിസ്പ്ലേ സെറ്റിങ്സിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഡാർക്ക് മോഡ് അവൈലബിൾ ആണ്. ഇതിൽ ജസ്റ്റ് ഒന്ന് ഡാർക്ക് മോഡ് ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രം മതി. ഈ ഒരു ബഡ്ജറ്റ് റേഞ്ച് ഫോണിലപ്പോൾ ഡാർക്ക് മോഡൊക്കെ എനേബിൾ ആക്കാൻ പറ്റുന്നത് കൊള്ളാം, നല്ലൊരു കാര്യമാണ്. ഫോണിന് നല്ലൊരു ലുക്കാണ് ഡാർക്ക് മോഡ് നമ്മൾ എനേബിൾ ചെയ്തിടുമ്പോൾ. ഇപ്പം ഞാൻ ജസ്റ്റ് ഈ ഡാർക്ക് മോഡ് അങ്ങ് ഡിസേബിൾ ചെയ്തിട്ട് ലൈറ്റ് മോഡിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എബോട്ട് ഒന്ന് നോക്കാം ഫോണിൻ്റെ. ഇത് സെറ്റിങ്സിലുണ്ട്. ഇതിൽ കൊടുത്തിട്ടുള്ളത് ഡിവൈസ് നെയിമാണ് ആദ്യം കൊടുത്തിട്ടുള്ളത്, റിയൽമി C3. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ആൻഡ്രോയിഡ് വേർഷനാണ്, അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മെമ്മറിയാണ് കൊടുത്തിട്ടുള്ളത്. ടോട്ടൽ 64 GB മെമ്മറി ഉള്ളതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്പേസ് 45.8 GB ആണ്, അതൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പം സിം കാർഡ് സ്റ്റാറ്റസാണ് കൊടുത്തിട്ടുള്ളത്. ഒരു സിം യൂസ് ചെയ്തിരിക്കുന്ന എത്ര സിമ്മാണെന്നുള്ളതിൻ്റെ സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ട്.
അത്രയൊക്കെ ഉള്ളൂ. ഇനി നമ്മൾ ക്യാമറ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ക്യാമറ സെറ്റിങ്സിൽ അധികം ഓപ്ഷൻസ് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ദാറ്റ് മീൻസ് ഒരു മിനിമൽ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഷട്ടർ സൗണ്ട് ഓൺ ആണോ ഓഫ് ആണെന്നുള്ള ആ ഒരു സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഫോട്ടോസൊക്കെ സ്റ്റോറേജ് ചെയ്യേണ്ട ലൊക്കേഷൻ, മെമ്മറി കാർഡാണോ ഫോണാണോ അത് കൊടുത്തിട്ടുണ്ട്. അത്രയൊക്കെ മാത്രമേ ഉള്ളൂ. വളരെ മിനിമലായിട്ടുള്ള ഒരു ക്യാമറ സെറ്റിംഗ് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് വീഡിയോ സെറ്റിങ്സിലേക്ക് പോവാം. അവിടെ മെയിനായിട്ട് കൊടുത്തിട്ടുള്ളത് വീഡിയോ റെസൊല്യൂഷനാണ്. ഇതിൻ്റെ മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 1080 പിക്സൽ ആൻഡ് മിനിമം 720 പിക്സൽസും ആണ്. സോ ഫോട്ടോയുടെയും വീഡിയോയുടെയും സെറ്റിങ്സ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെ എക്സ്ട്രാ ഫീച്ചേഴ്സാണ് ക്യാമറയിൽ വരുന്നതെന്ന്. പോർട്രേറ്റ് മോഡൊക്കെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ മോറായിട്ടുള്ള ഓപ്ഷൻസ് എടുത്ത് നോക്കിയാൽ ടൈം ലാപ്സ്, സ്ലോ മോഷൻ, എക്സ്പേർട്ട്, പനോരമ ഇത്രയും കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ റിയൽമി C3യുടെ ഫോട്ടോ ആൻഡ് വീഡിയോ സെറ്റിങ്സ് ഒക്കെ ഇത്രയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സ്ക്രീനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു HD+ ഡിസ്പ്ലേ ആണ്. സ്ക്രീൻ സൈസ് വരുന്നത് 6.52 ഇഞ്ചസ് ആണ്. പിന്നെ ഇതൊരു നോച്ച് ഡിസൈനാണ്. പിന്നെ ഫോണിനൊരു പ്രൊട്ടക്റ്റീവ് സ്ക്രീൻ ഗാർഡ് ഓൾറെഡി ഫ്രീ ഇൻസ്റ്റാൾഡ് ആണ്. പിന്നെ ഇതിനുള്ളത് ഒരു മിനി ഡ്രോപ്പ് ഡിസ്പ്ലേ ആണ്. ഇത്രയൊക്കെയാണ് നമ്മുടെ റിയൽമി C3യുടെ അപ്ഡേറ്റഡ് വേർഷനിലുള്ള ഫീച്ചേഴ്സ്. പിന്നെ നമ്മൾ മെയിൻ മെനു നോക്കുകയാണെങ്കിൽ ഇത് റിയൽമി UI ആണെന്ന് കാണാൻ സാധിക്കും. ഇതൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റഡ് വേർഷനാണ്. കളർ ഓയസ് ഒന്നും ഇഷ്ടപ്പെടാത്തവർക്ക് വേണ്ടിയിട്ട് ആ നെഗറ്റീവ് ഫീഡ്ബാക്കൊക്കെ ഫിക്സ് ചെയ്താണ് ഇത് അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ 5000 mAh ആണ് മാസീവ് ബാറ്ററി കപ്പാസിറ്റി. അതേപോലെ തന്നെ 6.5 ഇഞ്ചസ് മിനി ഡ്രോപ്പ് ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ ആണ്. ഹീലിയോ G70 പ്രോസസ്സറാണുള്ളത് ഇതിന്. പിന്നെ ഡ്യുവൽ ക്യാമറയെന്നും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് ക്യാമറ 12 മെഗാ പിക്സൽസ് ആണ്. ഇതിൻ്റെ ബാക്ക് ക്യാമറ കൊണ്ട് എടുത്തിട്ടുള്ള ഫോട്ടോസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ കാണുന്നത് ബാക്ക് ക്യാമറ ഉപയോഗിച്ച് തന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. നല്ല ക്ലാരിറ്റി ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ എന്ന് പറയുന്നത് 5 മെഗാ പിക്സലാണ്. ഈ കാണുന്നതൊക്കെ ഞാൻ ഫ്രണ്ട് ക്യാമറയിൽ എടുത്തിട്ടുള്ള സെൽഫീസാണേ. എനിവേ നമ്മുടെ പ്രൈസിന്, അതായത് ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ കിട്ടാവുന്ന നല്ലൊരു ഫോൺ തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഓവറോൾ ഫോൺ കൊള്ളാം. എല്ലാ ഫീച്ചേഴ്സും നന്നായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെന്നും റിയൽമി C3 വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഹെൽപ്ഫുൾ ആണെന്നും കരുതുന്നുണ്ട്. സോ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഇത് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്